ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഡിവൈൻ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു വ്യക്തി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളെപ്പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനെ പറ്റിയുള്ള എന്ത് കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ള ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയും സാഹചര്യമൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു റീഡിംഗ് ആണ്. അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കിങ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, ദ സൺ വന്നിട്ടുണ്ട്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, പിന്നെ 10 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെപ്പറ്റി ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിലേക്ക് അടുക്കാനുള്ള ഒരു പ്രേരണ, അല്ലാതെ നിങ്ങളിലേക്ക് എത്തണമെന്നുള്ള, നിങ്ങളെ നേടണമെന്നുള്ളൊരു ആലോചനയിൽ തന്നെയാണ് ആ വ്യക്തി നിൽക്കുന്നത്. കണ്ടോ, ഒരു ചിന്തയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. നല്ല ഒരു പൊസിഷനിലും, അല്ലെങ്കിൽ അദ്ദേഹം നല്ലൊരു കിങ്ങിൻ്റെ പവറുള്ളൊരു ഒരു വ്യക്തിത്വത്തിനുടമയാണ്. അതിനോടൊപ്പം തന്നെ നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടും കാണിക്കുന്നു. പക്ഷെ അത് നിങ്ങളിലേക്ക് അല്ലെങ്കിൽ പുള്ളി നിങ്ങളിലേക്ക് വരണം, നിങ്ങളെ കിട്ടണം എന്നുള്ളൊരു ചിന്തയിൽ അദ്ദേഹം നിൽക്കുന്നു. ആ ഒരു ആലോചനയിലും ഒരു പുതിയ പ്രതീക്ഷയിലുമാണ് അദ്ദേഹം നിൽക്കുന്നത്. നേടിയെടുക്കാനുള്ളൊരു ആലോചനയിലും ഒരു പുതിയ പ്രതീക്ഷയിലുമാണ് നിൽക്കുന്നത്, നിങ്ങളിലേക്ക് വരാനുള്ള. അപ്പോൾ ഒരു ചെറിയൊരു നെഗറ്റിവിറ്റി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്നാൽ പോലും ആ പ്രോബ്ലമൊക്കെ മാറി ദ സൺ വന്നതുകൊണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഹാപ്പിനെസ്സും, അതിനകത്ത് നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള എൻജോയ്മെൻറ്റ്, അതായത് ഹാപ്പിനെസ്സാണ് കൂടുതൽ, പോസിറ്റിവിറ്റിയാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് നിങ്ങൾക്ക് നടക്കും. അപ്പം ഫാമിലി തമ്മിലുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം പ്രോബ്ലമായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു തേർഡ് പാർട്ടിയുടെ എന്തെങ്കിലും ഒരു ചെറിയ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പിരിയാൻ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂസോ കാര്യങ്ങളോ വേറെ ഏതെങ്കിലും രീതിയിൽ കാണും. പക്ഷേ അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും നിങ്ങളെ തന്നെ വേണം, നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളൊരു ആലോചനയിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എല്ലാ രീതിയിലുള്ള നെഗറ്റിവിറ്റീനെ മാറി അത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എല്ലാ ഹാപ്പിനെസ്സും, എല്ലാ എൻജോയ്മെൻറ്റും, എല്ലാ ഫണ്ണും, എല്ലാ കാര്യങ്ങളും ഇതിലൂടെ ലഭിക്കുന്നു. ദ സൺ എന്ന കാർഡ് കാണിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വരുമ്പോൾ അതൊരു പുതിയ തുടക്കമാണ്, നിങ്ങളുടെ ലൈഫിലെ ഒരു പുതിയ തുടക്കമായിട്ട് വരുന്നു. ഈ റിലേഷൻഷിപ്പിൽ തന്നെ നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരാൻ പോകുന്നു. കാരണം എല്ലാവരുടെയും ഒരു സപ്പോർട്ടും, അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബന്ധം തന്നെയായിരിക്കും എന്നാണ് കാണിക്കുന്നത്. നിങ്ങളെടുക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ആഗ്രഹവും, അതിനോടൊപ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു തീരുമാനം നിങ്ങൾക്ക് നന്നായി വരും. അത് നിങ്ങൾക്ക് ഉയർന്ന പൊസിഷനും കാര്യങ്ങളും എല്ലാം കിട്ടും. പിന്നെ നിങ്ങൾ ഇതിനു വേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്യുവാണെങ്കിലും അതും നിങ്ങൾക്ക് നേട്ടമായി വരും. കാര്യം വെച്ചാൽ നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നും കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങളെ നേടിയെടുക്കാൻ പല രീതിയിലുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും ഇതിനകത്ത് കാണിക്കുന്നു. അതൊരു പുതിയ ബിഗിനിങ് ആയിട്ടും കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കരിയറിലും എല്ലാം നിങ്ങൾക്ക് നല്ല ഇതുവഴി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും കാര്യങ്ങളും എല്ലാം. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളും കാര്യങ്ങളും എല്ലാം കിട്ടും. കാരണം നിങ്ങൾക്കൊരു പറ്റിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഇതൊരു കിങ്ങിൻ്റെ പവറുള്ള ആളാണ്. അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആലോചനയിൽ ഇരിക്കുവാണ്. അതിനോടൊപ്പം തന്നെ പോസിറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ റിലേഷൻഷിപ്പിലൂടെ കിട്ടുക. അതിനോട് ഹാപ്പിനെസ്സും എൻജോയ്മെൻറ്റും എല്ലാം കിട്ടും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ അതിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തു തുടങ്ങിയാൽ, അല്ലെങ്കിൽ അദ്ദേഹം അതിനു വേണ്ടി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു, അതൊരു നേട്ടത്തിലുള്ളൊരു ലൈഫ് തന്നെ ആയിരിക്കും. ആ ലൈഫ് നിങ്ങൾക്ക് എപ്പോഴും നല്ലൊരു നേട്ടം തന്നെ ആയിരിക്കും. അതിനോടൊപ്പം നിങ്ങളുടെ കരിയറിലും ഒക്കെ നിങ്ങൾക്ക് നല്ല ഉയർച്ചയും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. കാരണം നമുക്ക് ചേരുന്ന ഒരു വ്യക്തിത്വം നമുക്ക് വന്നാൽ മാത്രമാണ് നമുക്കിതെല്ലാം ഒത്തുവരുന്നത്. സാമ്പത്തികവും സമാധാനവും പൊരുത്തവും എല്ലാം ഒത്തുവരുന്നത്. അതാണ് ലാസ്റ്റത്തെ കാർഡിൽ കാണിക്കുന്നത്, 10 ഓഫ് പെൻറ്റക്കിൾ. 10ൽ 10 പൊരുത്തം എന്നാണ് അതിൽ കാണിക്കുന്നത്. അതിനകത്ത് എല്ലാം ഉൾക്കൊള്ളും. നല്ലൊരു ഫാമിലി, നല്ലൊരു കരിയർ, എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും, സന്തോഷം, ഹാപ്പിനെസ്, ആരോഗ്യം എല്ലാം ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് ഒത്തുവരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതായത് 10ൽ 10 പൊരുത്തം നമ്മൾക്കിതിൽ ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. അപ്പം നിങ്ങളുടെ ഈ റിലേഷൻ നിങ്ങളെപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പം ഓപ്പോസിറ്റ് സൈഡ്, ഇപ്പം നിങ്ങളാണ് അതിനെ ആഗ്രഹിക്കുന്നത് പോലും, അത് നിങ്ങൾക്ക് എപ്പോഴും, ഇപ്പം നിങ്ങളാണ് അദ്ദേഹത്തെ ആഗ്രഹിക്കുന്നെങ്കിലും
അത് നിങ്ങൾക്ക് നല്ലത് തന്നെയായിരിക്കും. കാരണം നിങ്ങൾ വേണോ വേണ്ടേ എന്നുള്ള ചിന്തയിലാണെങ്കിൽ പോലും അത് നല്ലതായിരിക്കും. ആ വ്യക്തിയാണ് നിങ്ങളെ ആഗ്രഹിക്കുന്നതെങ്കിലും ആ വ്യക്തിയിലേക്ക് അടുക്കാൻ നിങ്ങൾക്ക് അടുക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയായിരിക്കും. കാരണം എല്ലാം നിങ്ങൾക്ക് ഒത്തിണങ്ങി തന്നെയാണ് ഇന്നത്തെ ഡിവൈൻ എനർജി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡിവൈൻ എനർജിയും ഈ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ ഇന്നത്തെ എനർജി നമ്മളിലേക്ക് എത്തത്തുള്ളൂ. ഇത് നിങ്ങൾ എന്ന് കണ്ടു തുടങ്ങുന്നു അന്ന് മുതൽ നിങ്ങൾക്കിത് പോസിറ്റീവായി തുടങ്ങുന്നതാണ്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വിശദമായ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നല്ല ഉത്തരവാദിത്തത്തോടു കൂടി റീഡിംഗ് എടുത്ത് തരുന്നതായിരിക്കും. ഈ നമ്പറിൽ അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുക.